ഹലോ ഫ്രണ്ട്സ്, പുതുതായി തുടങ്ങിയ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കസ്റ്റാർഡ് മിൽക്ക് ഡ്രിങ്കാണ്. ഇതിനായിട്ട് വേണ്ടത് 500 മില്ലി പാലാണ്. 500 മില്ലി പാലിൽ നിന്ന് നമ്മൾ കുറച്ച് ഒരു ബൗളിലേക്ക് മാറ്റുക. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. കട്ടയില്ലാതെ കസ്റ്റാർഡ് പൗഡർ 2 ടേബിൾ സ്പൂണിലധികം മിക്സ് ചെയ്യേണ്ടി വരും. ക്രീമി സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം പൗഡർ വേണ്ടി വരും. ഇല്ലെങ്കിൽ ഡ്രിങ്കിങ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ധാരാളം മതിയാകും. അത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ പാല് ഗ്യാസിൽ വെച്ച് നല്ലതുപോലെ തിളപ്പിക്കുക. ഗ്യാസിൽ വെച്ച് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ടുന്ന ഫ്രൂട്ട്സൊക്കെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ്, നട്ട്സ് ആയാലും പഴം, ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഓറഞ്ച് വേണമെന്നില്ല, ഒരു പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ട. പിന്നെ ഉറുമാമ്പഴം, പിന്നെ ചെറുതായി അരിഞ്ഞ ആപ്പിൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിനകത്തേക്ക് തിളച്ച് വരുന്ന പാലിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച്, നല്ല മധുരം വേണ്ടവർക്ക് അതിനനുസരിച്ച് കുറവ് പഞ്ചസാര വേണ്ടവർക്ക് അങ്ങനെ ഉപയോഗിക്കാം. പഞ്ചസാര നന്നായിട്ട് ഇളക്കി അതിൽ ലയിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിശ്രിതം അതിലേക്ക് നല്ല ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ തീയിൽ നല്ല ഇതുപോലെ ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതെ. നമ്മൾ കസ്റ്റാർഡ് മിശ്രിതം അതിലേക്ക് ചേർക്കുമ്പോൾ ചെറിയ തീയായിരിക്കണം, നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ അടിക്ക് പിടിക്കും, പിന്നെ അത് രസം ഉണ്ടാവില്ല കുടിക്കാനായിട്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ 2-3 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഞാനതിൽ കുറച്ച് തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കാരണം ഇല്ലെങ്കിൽ അത് നല്ലപോലെ കട്ടിയായി പോകും. അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം കൂടെ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. തിളച്ച് വരുമ്പോഴത്തേക്കും അത് തീ ഓഫാക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ചെറുതായിട്ട്, പഴവും, നമ്മുടെ ആപ്പിള്, നമ്മുടെ ഉറുമാമ്പഴം അതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. എല്ലാം ചെറിയതായിട്ട് അരിഞ്ഞ് റെഡിയാക്കണം. തിളച്ച് വരുന്നുണ്ട്, തിളയ്ക്ക് വേഗം ആകട്ടെ. തിളച്ച് തീ ഓഫാക്കി അത് തണുത്തതിന് ശേഷം വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഫ്രൂട്ട്സ്, അതിൽ ചെറുതായിട്ട് അരിഞ്ഞ ആപ്പിളുണ്ട്, മാതള നാരങ്ങ ഉണ്ട്, പിന്നെ കാഷ്യൂ നട്ടുണ്ട്, പഴമുണ്ട്. അതിൽ ഞാൻ കുറച്ച് മാൾട്ടോസ് പൗഡർ, നമ്മുടെ കയ്യിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ അത് മതി. അത് എന്തിനാണെന്ന് വെച്ചാൽ ഒരു 2 ഫ്ലേവറിൽ ഉണ്ടാക്കാനായിട്ട്, ഒന്ന് കസ്റ്റാർഡിൻ്റെ തനത് ഫ്ലേവറായിട്ടുള്ള വാനിലയിലും ഒന്ന് ഒരു ചോക്ലേറ്റ് ഫ്ലേവറിലും തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറച്ച് ബൂസ്റ്റ് പൗഡർ മാൾട്ടോസിൻ്റെ പൗഡർ എടുത്ത് വെച്ചേക്കുന്നത്. ബൂസ്റ്റ് ആണെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ചോക്ലേറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇത് തണുത്തതിന് ശേഷമാണ് ഫ്രൂട്ട്സ് എല്ലാം അരിഞ്ഞത് ചേർക്കേണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല തിളച്ച പാലിലേക്ക് ചേർക്കുമ്പോൾ ഫ്രൂട്ട്സൊക്കെ കുറച്ച് വെന്ത് വരുന്ന പോലെ തോന്നും. അപ്പോൾ അതിൽ നല്ലത് നല്ലപോലെ തണുത്തിട്ട് ഇതെല്ലാം ചേർക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് മാറ്റിയിട്ട് വേറൊരു ബൗളിലേക്ക് ആക്കുന്നുണ്ട്.
ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് മറ്റേ ചോക്ലേറ്റ് ഫ്ലേവർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മാൾട്ടോസിൻ്റെ പൗഡർ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ഒരു ബൗളിലെ കസ്റ്റാർഡിലേക്ക് ചേർക്കും. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇപ്പം നമുക്ക് ഒന്ന് വാനില ഫ്ലേവർ, 2 ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള 2 കസ്റ്റാർഡ് മിൽക്ക് തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കണം. എൻ്റെ പുതിയ ചാനലാണ്, തെറ്റുകുറ്റങ്ങളെല്ലാം ഒരുപാടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് കണ്ടില്ല എന്ന് വെച്ചിട്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക. എല്ലാവരും